ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടുക്ക് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. നൈസ് പത്തിരിക്ക് പകരമായിട്ടൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. മീൻ കറിയോ അതുപോലെ ചിക്കൻ കറിയോ സ്റ്റ്യൂവോ അങ്ങനെ ഏത് കറിയുടെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാൻ കൂടുതലായി ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കടിക്കുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന അത്രയ്ക്കും സോഫ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുക്ക് പത്തിരി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പൊന്നി അരി എടുത്തിട്ടുണ്ട്. ഈ പൊന്നി അരിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലാതെ നമ്മൾ പച്ചരിയോ അതുപോലെ ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീരകശാല അരിയോ ഒന്നും എടുക്കരുത്. ഈ പൊന്നി അരി തന്നെ എടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഈ പൊന്നി അരി നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് വെള്ളം നന്നായിട്ട് വാർത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഒഴിക്കാനായിട്ട്, എന്നാലേ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ. നമുക്കിത് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടത്. നമുക്കിതിലൊട്ടും തന്നെ തരി പാടില്ല. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ തുറന്ന് വെക്കരുത്, നന്നായിട്ട് അടച്ച് വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂർ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ഇത് കുതിർന്ന് വരും, നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട്. ഇതിൽ പൊട്ടും തന്നെ വെള്ളമില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഇത് ഞാൻ അരച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ വെള്ളം ഉപയോഗിച്ചിട്ടല്ല, തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ വലിയൊരു തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൽ നിന്ന് 1-ാം പാല് കുറച്ചൊരു 1/2 കപ്പോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തതാണിത്. ഇത് ഏകദേശം ഒരു 2.5 കപ്പ് എന്തായാലും കാണും. അപ്പോൾ അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് ഇത് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ കൂടുതൽ തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ തവണ ആയിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഞാനിവിടെ 2 തവണ ആയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്തിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ഒരുപാട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് അരി അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടണം, ഒട്ടും തന്നെ തരി പാടില്ല. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരി ഇല്ലാതാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്സി നന്നായിട്ട് ചൂടാവുന്നത് അരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ നിർത്തി വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങാപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇത് വല്ലാതെ ടൈറ്റായിട്ട് അരഞ്ഞ് കിട്ടുന്നില്ല എങ്കിൽ കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് പകുതിയോളം ആദ്യം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല തേങ്ങാപ്പാലിൻ്റെ മണവും അതുപോലെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒട്ടും തന്നെ കട്ടി വേണ്ട, നല്ല ലൂസായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് വീണ്ടും ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് ചേർക്കരുത്, നോക്കിയിട്ട് വേണം തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട്. ഒരുപാട് ലൂസായിട്ട് വെള്ളം പോലെ ആയി പോവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ആദ്യം കുറച്ചായിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ദോശമാവിനെക്കാട്ടും ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. നമ്മളിത് പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മളിത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇത് തന്നെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴുകി പോകണം. ആ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റീമറിൻ്റെ അടിയിൽ കുറച്ചധികം വെള്ളം വെക്കണം. എന്നിട്ട് നമുക്കിത് ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സാധാരണയായിട്ട് ചെയ്യുന്ന കേക്ക് ഉണ്ടാക്കുന്ന ടിന്നാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ 1-2 സ്പൂണ് ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ സ്പ്രെഡായിട്ട് വരും എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട, 2 മിനിറ്റിനുള്ളിൽ തന്നെ എന്തായാലും ആവും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് വന്ന ശേഷം ഇതിലേക്ക് ഞാൻ ഒരല്പം നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പൂണ് കൊണ്ട്. അപ്പോൾ ഇത് അടുക്കടുക്കായിട്ട് വരാനായിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ നെയ്യ് തേച്ച് കൊടുക്കുന്നത്. നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, ആ തേങ്ങാപ്പാലാണിത്. അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും 1-2 സ്പൂണ് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കാം. ഇതിങ്ങനെ എത്രത്തോളം ലെയർ വേണം അത്രത്തോളം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. എന്നിട്ട് നെയ്യ് തേച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. 1-2 സ്പൂണ് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത്ര ലെയർ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒഴിക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല ഇതിന്. അപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ലാസ്റ്റ് ഒഴിച്ച ശേഷം ഇതിൽ അവസാനത്തെ ലെയർ ഒഴിച്ച ശേഷം ഞാനൊരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇത് സൈഡിലോ അല്ലെങ്കിൽ അടിയിലോ ഒന്നും പിടിക്കില്ല. അപ്പോൾ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അടുക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിലാണ് ഇതിരിക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അടുക്ക് പത്തിരി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണതെന്ന്. ഇങ്ങനെ ലെയറായിട്ടുണ്ടാവും. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് കറി ഇല്ലാതെ തന്നെ ഇങ്ങനെ കഴിക്കാനായിട്ട് പറ്റും. ഇനി കറി ആണെങ്കിൽ മീൻ മുളകിട്ടതിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ സ്റ്റ്യൂ ഒക്കെ ബീഫ് സ്റ്റ്യൂവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ നല്ല ടേസ്റ്റാണ്. നല്ല തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറാണിത്. ഇത് വായിലിട്ടാലും ഇങ്ങനെ അലിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ എപ്പോഴും നൈസ് പത്തിരിയൊക്കെ അല്ലേ നോമ്പ് തുറന്നിടനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇതൊക്കെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ
തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണുന്നില്ലേ, അതുകൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.